ഹായ് ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുറേ സംഭവങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്നിട്ട് വീഡിയോ കാണുക കേട്ടോ. പിന്നെ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ കുറേ സംഭവങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. തക്കുടൂസിന് 2 ദിവസമായിട്ട് ഭയങ്കര ചുമ പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മരുന്ന് കൊടുത്തപ്പോൾ പനി കുറഞ്ഞു, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടും, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ബസ്സിനാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇക്ക പറഞ്ഞു 5 മണിക്ക് ഇക്കാൻ്റെ പണി തീരും, അപ്പോൾ നമുക്ക് ഒപ്പം ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു കടേൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടയിൽ കുറേ ടോയ്സുകൾ കണ്ടപ്പോൾ പിള്ളേർക്ക് വാശി എന്തെങ്കിലും വാങ്ങണം പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കരയണ്ടൊക്കെ വരണവരെ എങ്ങനെയും തട്ടിമുട്ടി നിൽക്കണമല്ലോ. അപ്പോൾ കരയണ്ട വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കാൻ വെച്ചിട്ട് കടയിൽ കയറിയേക്കാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ റിച്ചുവിനൊരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. പക്ഷെ അവന് ശരിക്കും പോലെ ഓടിക്കാൻ പറ്റണില്ല, അവന് കാലുകൊണ്ട് നിരക്കാനൊന്നും പറ്റണില്ല കേട്ടോ, അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുക വെച്ചിട്ട് ഞാൻ തൽക്കാലം കിളിക്കും അതുപോലെ തന്നെ തക്കുടൂവിന് ചെറിയൊരു താറാവിൻ്റെ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവിടെ നിന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിച്ചു ഭയങ്കര ഛർദ്ദിക്കൽ കേട്ടോ. ഛർദിയോട് ഛർദി, കുട്ടി നിർത്തണില്ല. 2-3 പ്രാവശ്യം ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞങ്ങൾ വേഗം ആശുപത്രിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വേഗം വന്നു കേട്ടോ. പണിയൊക്കെ മാറ്റിയിട്ട് തക്കുടൂനെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് സത്യത്തിൽ വന്നത്. പക്ഷേ പ്രതീക്ഷിക്കാണ്ട് റിച്ചുവിനാട്ട പെട്ടെന്ന് വയ്യാണ്ടേത്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് എന്ന്. കുട്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പെട്ടെന്നൊരു ഛർദിയാണ്, ഒന്നും ഉണ്ടായിട്ടില്ല. അതുവരെ കളിച്ചും ചിരിച്ച് നടക്കണ്ടായിരുന്ന കുട്ടിയാട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായിട്ടാണ്. എന്താണാവോ പെട്ടെന്നൊരു ഛർദ്ദിച്ചിട്ട്. അപ്പോൾ കുട്ടിക്ക് തീരെ വയ്യാണ്ട് ഈ ഛർദ്ദിച്ചപ്പോൾ തന്നെ അവനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ട്രിപ്പൊക്കെ ഇട്ടു. പിന്നെ ഛർദ്ദിക്കുള്ള മരുന്നൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ടാണ്. നല്ല വേദനയ്ക്കുണ്ട് തോന്നുന്നു കൈ. ഇടക്കിടക്ക് കൈ നോക്കിയിട്ട് കരയണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൻ. ഇപ്പോൾ ഇടക്കിടക്കായിട്ട് എല്ലാവർക്കും വയ്യായ വരുന്നുണ്ട് കേട്ടോ. ഇക്കാക്ക് വയ്യായ വരുന്നുണ്ട്, അതുപോലെ തന്നെ തക്കുടൂന്, റിച്ചുവിന്, എനിക്ക് യൂറിൻ ഇൻഫെക്ഷനായിട്ട്, അങ്ങനെ പല അസുഖങ്ങളായിട്ട് എല്ലാവർക്കും ഇപ്രാവശ്യം ഈ 2024 കുറേ അസുഖങ്ങളായിട്ട് വന്നിട്ടുണ്ട്. കുറേ പൈസ ചിലവായിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ തന്നെ. എന്താണാവോ ഇപ്രാവശ്യം ഞങ്ങൾ ഇനി വീടിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. വീട് മാറിയിട്ട് ഫുള്ള് ഹോസ്പിറ്റൽ കേസാണ്. ഇനി വീടിന് വല്ല പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയെന്ന് വെച്ചാലും പിന്നെ മഴക്കാലമല്ലേ, അപ്പോൾ മഴ പെയ്തിട്ടുള്ള സംഭവങ്ങളാവുമെന്ന് വിചാരിക്കുക ഈ പനിയൊക്കെ. പക്ഷേ ഏത് സമയം ഈ പനി വയ്യായ എല്ലാവർക്കും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ വയ്യായകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കുടൂസൊക്കെ ഇതാ റിച്ചുവിനെ വന്നിട്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ തോന്നിയിട്ട് റിച്ചു കരയണമൊക്കെ കണ്ടപ്പോൾ തക്കുടൂന് ഭയങ്കര സങ്കടമായിട്ടാണ്. തക്കുടൂന് ഭയങ്കര ഇഷ്ടമാണ് റിച്ചുവിനായിട്ട്. അവൻ കരയണമൊക്കെ കണ്ടാൽ പെട്ടെന്ന് തക്കുടൂന് സങ്കടമാവും. അങ്ങനെ അവന് ട്രിപ്പ് ഇടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു നെബുലൈസർ വാങ്ങിച്ചു കേട്ടോ, കുട്ടികൾക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ കഫം കെട്ട് ഇടക്കിടക്ക് വരുന്നുണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ച് വെക്കേച്ച് നമുക്ക് ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ വരണ്ടല്ലോ, ആ പൈസയും കൂടി നമുക്ക് ലാഭിക്കാമല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ഒരു മെഷീൻ വാങ്ങിച്ചത്. ഇതാകുമ്പോൾ വീട്ടിൽ നമുക്ക് ഇടക്കിടക്ക് ആവി പിടിക്കാമല്ലോ അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യണമൊക്കെ നോക്കിയിട്ടോ, വർക്ക് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ 1 കൊല്ലത്തിൻ്റെ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് ഹോസ്പിറ്റലിലേക്ക് വരണ്ട. അങ്ങനെ അതും വാങ്ങിച്ചു. ഹോസ്പിറ്റലിലത്തെ ബില്ലും കെട്ടി. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാട്ടോ കൂടുതലായിട്ട് കാണിക്കാറ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുക്കുന്ന ചിലരൊക്കെ ചോദിക്കും, പക്ഷേ എനിക്ക് പേടിയാട്ടോ ഗവൺമെൻറ്റിൽ കാണിക്കാൻ. കാരണം വേറെ ഒന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും അവരുടെ സൗകര്യം നോക്കിയിട്ടൊക്കെയാണ് അവർ ചികിത്സിക്കുക. ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അങ്ങനെ കേട്ടോ മിക്കതും, അവരുടെ സൗകര്യം നോക്കിയിട്ട് അവർ ചികിത്സിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പ്രൈവറ്റിലേക്ക് എപ്പോഴും വരേണ്ടത്. പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പണയം വെച്ചിട്ടായാലും വിറ്റിട്ടായാലും കടം വാങ്ങിച്ചിട്ടായാലും പ്രൈവറ്റിൽ കൊടുത്തിട്ടാട്ടോ കാണിക്കുക പിള്ളേരെ. ഞാൻ ഗവൺമെൻറ്റിൽ പോയി കാണിച്ചാലും പിള്ളേരെ പ്രൈവറ്റിലാണ് എപ്പോഴും കാണിക്കാറ്. അത് കഴിഞ്ഞിട്ട് തക്കുടൂനെ 2-3 ദിവസമായി സ്കൂളിലേക്ക് വിട്ടിട്ട്. അപ്പോൾ അവന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാണ്ടായിരുന്നു. സ്കൂളിൽ വിടാൻ നാളെ തൊട്ടിട്ട് വെച്ചിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ലൈമ് കുടിച്ചു. എല്ലാവർക്കും വേറെ ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഹോസ്പിറ്റലിലൊക്കെ നിന്നതല്ലേ വെച്ചിട്ട്. ഇക്കാക്കാച്ചെങ്കിൽ ഇപ്പോൾ ഡെയിലി പണിയില്ല, വല്ലപ്പോഴൊക്കെയാണ് പണിയുള്ളൂ. അപ്പോൾ പണിയെടുക്കണ കാശ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. നമുക്ക് ശരിക്കും പോലെ വാടക കൊടുക്കാൻ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ വാങ്ങിക്കാൻ വിചാരിച്ചു. വീട്ടിൽ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ വാങ്ങിക്കാൻ വെച്ചിട്ട് വന്നേക്കാണ്. മീനിനൊക്കെ ഇപ്പോൾ പൈസ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ 300-400 രൂപയൊക്കെ ആയിരുന്നു മീനിന്. ഇപ്പോൾ 200 രൂപ, 180 രൂപ അങ്ങനെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിച്ചു. അപ്പോൾ ഇന്ന് കറി വെച്ച് കഴിഞ്ഞാൽ നാളേക്കും കൂടി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നേക്ക് കറി
വെച്ചേക്കുന്നത്. അപ്പോൾ ചോറിനും കഴിക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് നമ്മുടെ റിച്ചുവിന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കിട്ടാം. സത്യത്തിൽ മഴ വന്നപ്പോൾ കയറി നിന്നതാട്ടോ, നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ മഴ നനയണ്ട വെച്ചിട്ട് കയറി നിന്നതാണ് ഈ ഷോപ്പിലേക്ക്. അങ്ങനെ റിച്ചുവിന് ചെരുപ്പും വാങ്ങിച്ചു കിട്ടാം. ആ കൂട്ടത്തിൽ കൂടെ തന്നെ അവൻ തീരെ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും തക്കുടൂൻ്റെ ചെരുപ്പും തക്കുടൂൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ നടക്കുക. നമുക്ക് മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ രണ്ടാമത്തെ കുട്ടികൾക്കും ഉപയോഗിക്കുമല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ, തക്കുടൂൻ്റെ എല്ലാ സംഭവങ്ങളും റിച്ചുവിനും ഉപയോഗിക്കും. അപ്പോൾ അവനായിട്ട് സ്പെഷ്യലായിട്ട് ചെരുപ്പും ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തക്കുടൂൻ്റെയാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റിച്ചുവിനായിട്ടൊരു ഷൂ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കാരണം അവൻ നടക്കാനൊക്കെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാല് വേദനിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷൂ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നടക്കുമ്പോൾ ഇനി കല്ലൊന്നും കുത്തില്ലല്ലോ, നല്ലപോലെ നടന്നോട്ട് വെച്ചിട്ട് അങ്ങനെ ഷൂ ഒക്കെ എടുത്തു. അവന് ഇട്ട് നോക്കിയിട്ട് ഇട്ടിട്ട് നിന്നിട്ടൊക്കെ നോക്കി. അപ്പോൾ കറക്റ്റ് സൈസാണ്, കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഷോപ്പിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ, കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റണില്ല കേട്ടോ. പിന്നെ ഇക്കാക്കൊരു ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പണിക്കൊക്കെ പോകുമ്പോൾ ചോറും അതുപോലെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാഗ് കിട്ടിയില്ല, ഉദ്ദേശിച്ച പോലത്തെ ബാഗ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ഞാൻ പിള്ളേർക്ക് മരുന്നൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ ആവി പിടിപ്പിച്ചു കേട്ടോ. തക്കുടൂനെ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല. റിച്ചുവിനെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയപ്പോൾ തക്കുടൂനെ ഡോക്ടറെ കാണിക്കേണ്ട നേരം കഴിഞ്ഞു കേട്ടോ. ബുക്ക് ചെയ്യേണ്ടത് ഏകദേശം 6:30 എത്താൻ പറഞ്ഞതാണ്. തക്കുടൂനെ കാണിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് വേറൊരു പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായത്. പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇത് അല്ലമീൻ ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ റിച്ചുവിന് ഭയങ്കര ലൂസ് മോഷൻ, ഛർദ്ദിയിട്ടാണ് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്നിട്ട് കുട്ടിക്ക് നിൽക്കാണ്ട് ലൂസ് മോഷൻ. വീട്ടിലേക്ക് വന്നിട്ട് ഒരു 10 മണിയാകുമ്പോൾ തുടങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു വല്ല കഫം പോവുകയാവും, കുറച്ച് കഴിഞ്ഞാൽ മാറും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മാറണില്ല. കുട്ടി 10-12 വട്ടം തന്നെ വയറ്റിൽ നിന്ന് പോയപ്പോൾ തന്നെ കുട്ടിക്ക് വയ്യാണ്ട് കേട്ടോ. കുറേ വയറ്റിൽ നിന്ന് പോയി. അതുപോലെ തന്നെ കുറേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവന് വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊടുന്നു കേട്ടോ. പുലർച്ചെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ അവന് ട്രിപ്പൊക്കെ ഇട്ടു, മരുന്നൊക്കെ വെച്ചിട്ടുണ്ട്. അവന് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ മരുന്നൊക്കെ കൊടുത്തു. കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ തക്കുടും പോയിട്ട് ചായ വാങ്ങിച്ചു തന്നു കേട്ടോ. എനിക്ക് ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ പോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചു കൊടുന്നു. റിച്ചുവിനൊരു പാലും വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അവന് കുടിക്കാൻ വേണ്ടിയിട്ട്. അവനൊന്നും കഴിച്ചേരുന്നില്ല, ഛർദ്ദി അതുപോലെ വയറ്റിൽ നിന്ന് പോക്കൊക്കെ ആയിട്ട് ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ കുറേ സംഭവങ്ങൾ പ്രതീക്ഷിക്കാണ്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ എന്താണ് ഇങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ തിന്നിട്ടും കുടിച്ചിട്ട് ആ പൈസ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ പോകുന്നത്. അതാണ് ഒരു സങ്കടം. എന്താണെന്നറിയില്ല, പിള്ളേർക്കൊക്കെ ഓരോ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.